afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. ആരെങ്കിലും ഒരു പ്രയർ പാടും. ഞാൻ പറയാം. God, I need you every day, every moment, every second. As long as I am breathing, I need you. I cannot face this world alone. Oh God, you are the only reason I have made it this far. I pray that you will never let go of my hand. In the year 2026, if God has been good to you, Amen. കഴിഞ്ഞോ? കേൾക്കുന്നില്ല കറക്റ്റ് ആയിട്ട്, അതുകൊണ്ടാണ്. ചൊല്ലണോ? വേണ്ട വേണ്ട വേണ്ട. ഓക്കെ ഓക്കെ. എങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ഇല്ല, ആദ്യമായിട്ടാണല്ലേ? ഓക്കെ, എന്റെ പേരറിയോ? മിൽഡ് റോസ്. ഓക്കെ, എന്റെ പേര് മിൽഡ് റോസ്. ഓക്കെ, പേര് മിൽഡ് റോസ്. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയാണ്, മൂത്തുകുന്നം. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അതിന്റെയൊക്കെ അടുത്താണ് കേട്ടോ, മൂത്തുകുന്നമാണ് വീട്. വീട്ടില് ഹസ്ബൻഡ്, മോള്, ഹസ്ബൻഡിന്റെ ഡാഡി. പേരാണ് എന്റെ വീട്ടിലുള്ളത്. മിസ് ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മിസ്സിന് നിങ്ങളുടെ ബാച്ച് ആദ്യമായിട്ടാണ്, ആരെയും ഡിപ്ലോമയിലൊന്നും മിസ് എടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓരോരുത്തർ വെച്ച് പേര്, വീട്, സ്ഥലം, അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ മാം, എന്റെ പേര് ഐശ്വര്യ കേശുവു. എന്റെ വീട് ക്യാമറ ഓൺ ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ പറ്റില്ല. എന്റെ പേര് ഐശ്വര്യ കേശുവു, അച്ചു എന്ന് വിളിക്കും. എന്റെ വീട് ഇടുക്കി, കട്ടപ്പന, കാഞ്ചിയാർ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മ, അനിയത്തി, അച്ഛമ്മ. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ ഡിഗ്രി പഠിച്ചത് ഗവൺമെന്റ് കോളേജ്, +2 ഇവിടെ കട്ടപ്പന മൊഴിക്കാട്ടുപടി സ്കൂളിലെ. ഞാൻ എടുത്ത വിഷയം BA മലയാളം. നെക്സ്റ്റ് ആരാ? ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ പേര് റെനില. വീട് ഇവിടെ കൊച്ചിയിൽ തന്നെയാ, കൊച്ചിയിലാണ്. വീട്ടില് ഹസ്ബൻഡ്, കൊച്ചുണ്ട്. കൊച്ചി 2ാം ക്ലാസ്സിൽ പഠിക്കണം. ഞാൻ BCom കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, താങ്ക് യു. ഹലോ മാം, എന്റെ പേര് ജുബൈരിയ. എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. എന്റെ സ്വന്തം വീട് എറണാകുളത്താണ്, കുഴിപ്പുള്ളി വടക്കേക്കര. ഞാൻ പഠിച്ചത് ലക്ഷ്മിയിലാണ്, പറവൂര്. 2005 ആണെന്ന് തോന്നുന്നു മാം. ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു. MP 19th ബാച്ച്. ഓക്കെ മാം. ഹസ്ബൻഡ് ഉണ്ട്, 2 പിള്ളേരുണ്ട്. ഹസ്ബൻഡിന്റെ ഉമ്മയുണ്ട്. മാം, എന്റെ പേര് രേഷ്മ. പാലക്കാടാണ് വീട്. വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, മോള് 2.5 വയസ്സായ മോള്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്. MT 19 ബാച്ചിലാണ്. മാം, എന്റെ പേര് ജോസ്മി.
വീട് തൃശ്ശൂരാണ്. വീട്ടില് ഞാനും ഹസ്ബൻഡാണ് ഉള്ളത്. MT 20 ബാച്ച് ആണ്. മാം എന്റെ പേര് റംസി. ആരാ രണ്ടുപേരുണ്ടല്ലോ. എന്റെ വീട് കൊടുങ്ങല്ലൂർ. സ്വന്തം വീട് പറവൂരാണ്. ഇപ്പോ കൊടുങ്ങല്ലൂര്. വീട്ടില് ഹസ്ബൻഡ് ഇപ്പോ പുറത്താണ്, ദമാമിലാണ്. പിന്നെ ഇവിടെ വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മ, അപ്പൻ, പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡില്, ഒരാള് അംഗനവാടിയില്. പിന്നെ ഞാൻ MT 20 ബാച്ച് ആണ്. പിന്നെ ഞാൻ BCom ഞാൻ ചെയ്തത് മാലിങ്കര കോളേജിലാണ്. ശരി. എന്റെ പേര് റംസി. റംസി. ഓക്കെ. എന്റെ വീട് കുന്നുകര, ഒന്നുകര. പറവൂര് കുന്നുകര. ഓക്കെ. വീട്ടിലെ ഹസ്ബൻഡ്, 3 കുട്ടികള്, ഹസ്ബൻഡിന്റെ ഉമ്മ വാപ്പ, ഇത്രയും പേരുണ്ട്. ഞാൻ MT 20 ബാച്ച് ആണ്. മാം, എൻ്റെ പേര് രാജീവിനി. ഞാൻ കോട്ടയം കറുകച്ചാലാണ്. എൻ്റെ വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മ, 2 പിള്ളേര്. ഞാൻ MT 18 ബാച്ചാണ്. എൻ്റെ പേര് ഷീന. ഞാൻ 20 ബാച്ചാണ്. ഞാൻ BA ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. പേരെന്താണ്? ഷീന. ടീന. ഓക്കെ. ഷീന SHEENA. മാം എൻ്റെ പേരും ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേരും ഐശ്വര്യ തന്നെയാണ്, ഐശ്വര്യ ശെൽവൻ. വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മ, ഒരു 4 വയസ്സുള്ള മോനുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്. എൻ്റെ വീട് ചാലക്കുടി. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ വീട് MT 20 ബാച്ചാണ്. ഡിഗ്രിയില് തൊടുപുഴ അടുത്ത്. പിന്നെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടെ പഠിക്കുന്നു. 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ, അച്ഛൻ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഡിക്കി. ഞാൻ തൃശ്ശൂരാണ്. വീട്ടില് അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ 2 കുട്ടികളുണ്ട്. MT 18 ബാച്ചാണ്. താങ്ക് യു മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ജിൻസി ജോർജ്. ഞാൻ തിരുവനന്തപുരത്താണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ്, 2 കുട്ടികള്, ഫാദർലോയും മദർലോയും ഉണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സ്വാനിത. ഞാൻ കാസർഗോഡ്. MT 20 ബാച്ച്. വീട്ടില് ഹസ്ബൻഡ് ഉപ്പ ഉമ്മ, 2 മക്കളുണ്ട്. മോന് 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു, മോള് 2nd സ്റ്റാൻഡേർഡ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ശരണ്യ. സ്ഥലം കണ്ണൂരാണ്. വീട്ടില് ഹസ്ബൻഡും മോളും, പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ബ്രദേഴ്സും ഉണ്ട്. ഞാൻ MIT ബാച്ചാണ്. മോള് UKG പഠിക്കുന്നു. ഹലോ മാം. എൻ്റെ പേര് ലിൻസി ജിനു. തൃശ്ശൂരാണ്. ഹസ്ബൻഡും 2 മക്കളും. ഞാനിപ്പോ ട്രെയിനിങ് പീരീഡ് ആയിട്ടൊരു സ്കൂളിൽ ജോയിൻ ചെയ്തേക്കാണ്. ക്ലാസ് ടൈമാണ് എനിക്ക്. ഹലോ മാം, എൻ്റെ പേര് ലിൻസി ജിനു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. എനിക്ക് 2 മക്കള്. ഞാൻ MIT ബാച്ചാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് ലക്ഷ്മിയ. ഞാൻ MIT ബാച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഹസ്ബൻഡുണ്ട്, 2 മക്കളുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് മിഥുല. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. MIT ബാച്ചാണ്. വീട്ടിലെ ഹസ്ബൻഡ്, അമ്മ, 2 കുട്ടികൾ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് മീനു. പിറവത്താണ് വീട്.
വീട്ടില് ഹസ്ബൻഡ് 2 കുട്ടികള് മദറിലോ. താങ്ക് യു. 19th ബാച്ച്. സിന്ധു. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എന്റെ പേര് സിന്ധു ബൈജു. ഞാൻ നോർത്ത് പറവൂര് വാണിയക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 2 മക്കളാണ്. മോള് ഡിഗ്രി 3rd ഇയർ UC കോളേജിൽ ബികോം ഫിനാൻസ്. മോൻ +2 കഴിഞ്ഞു. ഹസ്ബൻഡും 2 മക്കളും. ആരെങ്കിലും ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ MT 19 ബാച്ചാണ്. എൻ്റെ പേര് മേബിൾ. ഞാൻ ഇടുക്കി ഇരട്ടയാർന്ന് വരുന്നു. എനിക്ക് 3 മക്കള്. എൻ്റെ പേര് ഷൈബ എന്നാണ്. ഞാൻ എറണാകുളത്താണ്, എടവനക്കാട്. വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, 3 മക്കള്, ഞാൻ 20 ബാച്ചാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്സേ. എൻ്റെ പേര് ആതിര എന്നാണ്. MT 18 ബാച്ചാണ്. വീട് എറണാകുളത്ത് കോതമംഗലം എന്ന് പറയും. ഈ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല, അതുകൊണ്ടാട്ടോ. പിന്നെ വീട്ടില് ഹസ്ബൻഡ് അമ്മ, പിന്നെ മോനുണ്ട്. മോന് UKG പഠിക്കുന്നു. ഇവിടെ നിയറസ്റ്റ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ BCom ആയിരുന്നു. BCom കോർപ്പറേഷൻ ആയിരുന്നു. താങ്ക് യു. ആരാ ഉള്ളത്? ഞാനെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടോ? എന്റെ പേര് നയന. M20 ബാച്ചാണ്. വീട് ട്രിവാൻഡ്രം. വീട്ടില് 2 കുഞ്ഞുങ്ങളുണ്ട്. പപ്പ പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എന്റെ പേര് ഷീന. ഞാൻ MT 19 ബാച്ചാണ്. വീട്ടില് മമ്മി, ഹസ്ബൻഡ്, 3 കുട്ടികള്. ട്രിപ്ലെറ്റ്സ് ആണ്. 3 പേരും 2 വയസ്സ്. ഞാറക്കലാണ് വീട്. 2 വയസ്സോ കുഞ്ഞുങ്ങൾക്ക്? അതെ മാം. നല്ല രസമായിരിക്കുമല്ലോ വീട്ടില്. ബഹളാണ്. ഇപ്പൊ ഉറങ്ങി, അത് കാരണം കുറച്ച് ശാന്തതയുണ്ട്. ഏതാരാ പരിചയപ്പെടാനുണ്ട് ഇനി? എന്റെ പേര് സ്വപ്ന എന്നാണ്. ഞാന് കോട്ടയാണ്. 2 പിള്ളേര്. മൂത്ത പെൺകൊച്ച് നഴ്സിംഗിന് ഫസ്റ്റ് ഇയർ. രണ്ടാമത്തെ ചെറുക്കൻ 10 കഴിഞ്ഞപ്പം +1 ഞാൻ ഹസ്ബൻഡ്, ഞങ്ങൾ 4 പേര്. MT 20 ബാച്ചാണ്. എന്റെ പേര് ജിബിയ. കൂട്ടുകാട് തിരുത്തിപ്പുറം ഭാഗത്താണ് വീട്. വീട്ടില് കൂട്ടുകാട് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ അപ്പച്ചനും 2 മക്കളാണ് ഉള്ളത്. മൂത്ത ആളിപ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടിയാണ്. ഇളയ ആള് UKG പഠിക്കുന്ന ആൺകുട്ടിയാണ്. ഞാൻ PG കഴിഞ്ഞതാ. തിരുത്തിപ്പുറം, സെന്റ് ലൂയിസ് തിരുത്തിപ്പുറം. ആരെങ്കിലും ഉണ്ടോ? എല്ലാരും കംപ്ലീറ്റ് ആയോ? മിസ് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുത്തത്? ഓരോരുത്തരായിട്ട് പറഞ്ഞു. ക്ലാസ് ഒന്നും എടുക്കണമെന്നില്ല, നെക്സ്റ്റ് ഡേ നമുക്ക് എടുക്കാം. ഓക്കെ. അത് മാം ടീച്ചർ ആക്കാനുള്ള സ്വപ്നം കൊച്ചില് തൊട്ടുണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സ്കൂൾ ടൈം മുതലുണ്ടായിരുന്നു. അപ്പൊ ഡിഗ്രി അപ്പൊ ഒരു +2 ആയപ്പം ടീച്ചർ വേണ്ട, വേറെ എന്നെങ്കിലും നോക്കാന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പിന്നെ ഡിഗ്രി കയറിയപ്പം
എനിക്ക് തോന്നി എനിക്ക് പറ്റും, എനിക്ക് ടീച്ചറാകാൻ പറ്റും എന്നുള്ള സ്വപ്നത്തിൽ ഇതുവരെ എത്തി. ബി.എഡിനൊന്നും പോവാതെ, ബി.എഡ് 2 വർഷമല്ലേ, അതെ, ആ 2 ര- വർഷം. ആ 2 വർഷം നമ്മൾ ഏതൊക്കെയാലും PG കഴിഞ്ഞവർക്ക് ഇപ്പം അല്ല ബി.എഡ് കഴിഞ്ഞവർക്ക് ഇപ്പൊ ചില ആൾക്കാർക്കേ ജോലിയുള്ളൂ. അപ്പൊ അതെ. അത് കണക്കിലെടുത്ത് ഞാൻ വിചാരിച്ചു ഇപ്പം മോണ്ടിസോറി ചേരാം. അത് നല്ല ഓപ്പർച്യൂണിറ്റിയാ, കുട്ടികളെ പഠിപ്പിക്കാം. അപ്പൊ നമ്മള് ഹാപ്പിയാവും, പഠിപ്പിക്കുന്ന നമ്മള് ഹാപ്പിയാവും, നമ്മളെ കൊണ്ട് അവര് ഹാപ്പിയാവും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാ MT20 വന്നേ, മോണ്ടിസോറി TTC ക്ലാസ്സിലേക്ക് വന്നേ. ഇപ്പൊ B.Ed കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ B.Ed കഴിഞ്ഞതാണ്. പക്ഷെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ക്യാഷ് കിട്ടി നമ്മുടെ സ്കൂളിലേക്ക് കയറേണ്ട ഒരു അവസ്ഥയാണല്ലേ. എത്ര ലക്ഷം ഒരു പറയാ, ഞാൻ B.Ed കഴിഞ്ഞ് ഇറങ്ങിയ വർഷം എന്താ പറയാ, സ്കൂളുകളിലൊക്കെ വേക്കൻസി ഒക്കെ വരുമ്പോൾ നമ്മള് അപ്ലിക്കേഷൻ കൊടുക്കുമല്ലോ. അപ്പൊ അവിടുത്തെ മാനേജർ പറഞ്ഞത് 60 ലക്ഷം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് അപ്പൊ ജോലി കിട്ടുന്ന. നമ്മൾ 60 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്കത് ബാങ്കിൽ ഇടുകയാണെങ്കിൽ അതിന്റെ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, അപ്പൊ ജീവിക്കാം, ജോലിക്കൊന്നും പോകേണ്ട അവസ്ഥ വരുന്നില്ല. അതുകൊണ്ട് അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ സ്കൂളുകളിലെ മാനേജ്മെന്റ് സ്കൂളിലൊക്കെ കയറാനായിട്ട്. എത്ര ലക്ഷം, 20 ലക്ഷം 60 ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ B.Ed പഠിച്ചവർക്ക് തന്നെ, എനിക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോ ഒരാഗ്രഹം ഉണ്ടായിരുന്നു B.Edന് പോകണമെന്ന്. അപ്പൊ പിന്നെ എല്ലാരും പറഞ്ഞു B.Edന് പോകണ്ട, ഭയങ്കര പാടാ. അതും മലയാളം ഞാൻ എടുത്തേ. B.Edന് ഭയങ്കര മലയാളം പാടാ, ഒത്തിരി വർക്കുകളൊക്കെ ഉണ്ട്, ഒത്തിരി ചെയ്യുകയൊക്കെ വേണം. നിന്നെ കൊണ്ട് പറ്റുമായിരുന്നൊക്കെ വിചാരിച്ചു അവര് പറയുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നേരമാ എനിക്ക് കുറച്ച് നാള് കഴിഞ്ഞപ്പോ, ഒരു 5-6 മാസം കഴിഞ്ഞപ്പം, അല്ല 2 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു കോള് വന്നു സ്മാർട്ട് ശ്രീന്ന്. ഇന്നപോലെ മോണ്ടിസോറി TTCക്ക് ചേരാൻ താല്പര്യമുണ്ടോ, ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, എനിക്ക് ഈ ബാച്ചിൽ ചേരണം, എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അവരോടൊത്ത് കളിക്കാനും അവരുടെ ഹാപ്പിനെസ്സിന് അവരോട് കൂടെ നിൽക്കാനും, പിന്നെ അവരുടെ ഹാപ്പിനെസ് നമ്മള് ഹാപ്പി ആവുമല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ ഇത് ചേർന്നതാ. B.Ed പഠിച്ചവര് തന്നെ ഇപ്പൊ ചുമ്മാ ഇരിക്കുക, ചുമ്മാ കടകളിലൊക്കെ നിൽക്കുക. ഞാൻ വിചാരിച്ചു കുട്ടികളെ പഠിപ്പിച്ച അത്രയും നമുക്കൊരു നന്മ കിട്ടുമെന്ന്. അപ്പൊ ഞാൻ ഇതിലോട്ട് ചേർന്നത് എന്റെ നിർബന്ധപ്രകാരമായിരുന്നേ. എനിക്കിഷ്ടാ കുട്ടികളെ പഠിപ്പിക്കാൻ, ഓരോരോ വർക്ക് അവരെ കാണിക്കാനും, ഇപ്പൊ അവരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി വർത്താനം പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. മിസ്സേ, ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പൊ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് ഓഫീസ് ജോലി പോകാൻ പറ്റുന്നില്ല, വീട്ടിലാരും ഇല്ല, ഹസ്ബൻഡിന്റെ ഫാദറും മദറും മരിച്ചുപോയി. അപ്പൊ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ടിങ് നോക്കേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ ചെയ്യണുണ്ട് അത് വർക്ക്. പക്ഷെ പിന്നെയാണ് ഹസ്ബൻഡ് പറയാ, എന്നാ ടീച്ചിങ് നോക്കിക്കൂടെ, ഡിഗ്രി ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇവളുടെ സ്കൂളിൽ തന്നെ കിട്ടണമെങ്കിൽ രണ്ടുപേർക്കും ഒരേ ടൈമിങ്ങിൽ വരികയും ചെയ്യാം, പിന്നെ ക്ലാസ് ഇല്ലാത്ത ടൈമിൽ നമുക്ക് നോക്കുകയും ചെയ്യാലോ എന്ന് ഓർത്ത് അങ്ങനെയാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ സാറുമാര് പറയുമായിരുന്നു ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ട്, ടീച്ചിങ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു സെമിനാറൊക്കെ എടുക്കുമ്പോഴേക്കും. അങ്ങനെയാണ് ഇത് തിരഞ്ഞെടുത്തത്. രേഷ്മയാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ബാങ്കിലായിരുന്നു ഒരു 3 years. അത് കഴിഞ്ഞിട്ടാണ് മാരേജ് കഴിഞ്ഞപ്പം ഞാൻ റിസൈൻ ചെയ്തു, ബാങ്കിന്റെ ഇത് റിസൈൻ ചെയ്തു. അപ്പോഴേക്കും കൺസീവ് ആയി. ഇപ്പൊ മോളുണ്ട്, 2.5 വയസ്സ് മോള്. അപ്പൊ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, പുറത്തിറങ്ങി പഠിക്കാനും പറ്റില്ല, റെഗുലർ ക്ലാസ്സിന് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സ് പഠിക്കാമല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ പോലും കുട്ടി സ്കൂളിൽ പോകുമ്പോഴേക്കും നമ്മളും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമുക്കിത് ചെയ്യാം. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ മെഡിക്കൽ കോഡിങ്ങിന്റെ ഒരു എഡിറ്റിംഗ് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്, നൈറ്റ് ആണ് ചെയ്യുന്നത്.
അപ്പൊ മോളിനെ പകല് നോക്കുന്നു, നൈറ്റ് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. രാത്രി ഒരു 12 മണിക്കൊക്കെ ഇരുന്നാൽ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കഴിയും. അതിന്റെ ഒപ്പം തന്നെയാണ് ഈ കോഴ്സും കൂടി ചെയ്തു വരുന്നത്. അപ്പം ഇപ്പൊ മോൾക്ക് 2.5 വയസ്സായാലോ, ഓട്ടോമാറ്റിക്കലി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മോളെയും കൂടി സ്കൂളിൽ ചേർത്താം. അപ്പൊ ഒപ്പം നമുക്കും റെഗുലർ ആയിട്ട് പോവാൻ പറ്റും. പിന്നെ സ്കൂളിന്റെ ടൈമിങ്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് രാവിലെ വന്ന് മക്കളെ ഈ 5 മണിയാകുമ്പോഴേക്കും നമ്മൾ വീടെത്തി മക്കളെയും നോക്കാമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ടീച്ചിങ് ഫീൽഡ് എടുക്കാൻ കാരണം. എങ്ങനെയുണ്ട് മെഡിക്കൽ കോഡിങ് എങ്ങനെയുണ്ട്? മെഡിക്കൽ കോഡിംഗ് പറയാൻ പറ്റില്ല, ഞാൻ ആ കോഴ്സ് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോഡിംഗ് നമ്മുടെ എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഓരോ ആ ഒരു ഫയൽസ് അയച്ചു തരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ഒരു 100, 120, 125 ഫയൽസോളം നമുക്ക് തരും. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളത് കൊടുക്കണം. ഏകദേശം 7 hours ആണ് വർക്ക് പറയുന്നത്. ഫയൽസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം വലിയ ഫയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ കൂടുതൽ അവേഴ്സ് ഇരുന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്യുന്ന രീതി അപ്പൊ അവര് പറഞ്ഞു തരും പറഞ്ഞുതരാം. 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു മാം, പാലക്കാട് വെച്ചിട്ടായിരുന്നു. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. നമ്മുടെ കേരളത്തിൽ പാലക്കാട് മാത്രമേ ഇതിന്റെ ബ്രാഞ്ച് ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. അപ്പൊ അങ്ങനെ 3 മാസം ട്രെയിനിങ്, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഫസ്റ്റ് എക്സാം കഴിഞ്ഞു, പിന്നെ ട്രെയിനിങ് 3 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഡേ ടൈം ആയിരുന്നു ഡ്യൂട്ടി. പക്ഷെ ഡേ ടൈം നോക്കുമ്പോൾ നമുക്ക് മക്കളെയും നോക്കാൻ പറ്റുന്നില്ല. കുഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യും, നമ്മുടെ വർക്ക് ലോഡ് ആകുമ്പോൾ കുഞ്ഞിനോടായിരിക്കും ദേഷ്യം എല്ലാം കാണിക്കുക. അപ്പൊ ഞാനത് അപ്പൊ ഒരു 4-5 മാസം ഡേ ടൈം എടുത്തു. പിന്നെ ഞാൻ നൈറ്റ് ആയിരുന്നു ഇപ്പൊ എടുക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞ് ഉറങ്ങുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാം, മോള് എണീക്കുമ്പോഴേക്കും എന്റെ വർക്ക് കഴിയും. ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ. ഇപ്പം പറയുമ്പോ അത് ശീലമായി. ഇപ്പൊ ആകെ ഞാൻ 2 hours 3 hours ഞാൻ ഉറങ്ങുന്നുള്ളൂ. 1 year ആയി ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു. മോൾ ഉറങ്ങുമ്പോ 2 hours 3 hours ഉറങ്ങുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഓട്ടോമാറ്റിക്കലി മോൾ ഉറങ്ങുമ്പോ ഏകദേശം 10 o'clock ആവും രാത്രി. അവളെല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നത് ആകെ 2 hours ആണ്. എനിക്ക് 12 o'clock ഡ്യൂട്ടിക്ക് കയറണം. ഒരു 11:30 എണീച്ചാലാണ് ഫ്രഷ് ആവാൻ പറ്റുക. അപ്പൊ ഒരു 1.5 hours അപ്പൊ ഉറങ്ങും. പിന്നെ പകലെന്ന് പറയുമ്പോൾ മോൾ ഉറങ്ങിയാൽ ഉറങ്ങും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 days ആയിട്ട് മോൾ ഉറങ്ങുന്നില്ല, രാത്രിയാണ് ഉറങ്ങുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ പോകില്ല. എപ്പോഴെങ്കിലും ഒരു 1/2 hour കിട്ടിയാൽ 1/2 hour ഇങ്ങനെ കിടക്കും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ BP ലോ ആയി, ഭയങ്കര നമുക്ക് ദേഷ്യം വരുമായിരുന്നു, ഭയങ്കര അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമുക്ക് നോർമലായി, നമുക്ക് കിടന്നാൽ പോലും ഉറക്കം വരാത്ത അവസ്ഥയായി. അപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. ഈ കോഴ്സ് കഴിഞ്ഞ് എന്തായാലും എല്ലാ സ്കൂളിലും അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ട്. നമ്മുടെ ഇവിടെ പാലക്കാടാണ് ഞാൻ. ഇവിടെ എവിടെയും മോണ്ടിസോറി സ്കൂൾ ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ അല്ലാതെ തന്നെ നമ്മുടെ ഈ LKG UKG ഇപ്പൊ 7th വരെ PG കഴിഞ്ഞ് 7th വരെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതുവരെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു കോഴ്സ് കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലിക്കേഷൻ ഇട്ട് നോക്കൂ, എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നോക്കി നമുക്ക് എവിടെയെങ്കിലും നോക്കിയാൽ പോലും അപ്പൊ ഇത് റിസൈൻ ചെയ്യാലോ. എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയും വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോഡിംഗ് ആണ്, ഒപ്റ്റം, ചെന്നൈ. അത് ഇതുപോലെ ഞാനല്ല, എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തി വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോഡിംഗ് ആണ്. ഇവിടെയല്ല, ചെന്നൈയിലാ ഒപ്റ്റം എന്ന് പറഞ്ഞ കമ്പനിയില്. അവർക്ക് ഇതുപോലെ 105-120 സംതിങ് അടുത്ത് ടാർഗറ്റ് കൊടുക്കും. ആ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കണം. അപ്പൊ 8 മണി വരെയൊക്കെ മാക്സിമം ഓഫീസിലിരിക്കും, ബാക്കി വീട്ടിൽ വന്നിട്ട് ചെയ്യും. അതിനിടയ്ക്ക് കൊച്ചും എല്ലാം കൂടെ ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടി. ബുദ്ധിമുട്ടാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഒരു 6 മണി അല്ലെങ്കിൽ 6 മണിക്കൂർ നമ്മൾ ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ മാം നമ്മൾ ഫസ്റ്റ് വർക്ക് ചെയ്തവര് പിന്നെ ചുമ്മാ വീട്ടിലിരിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഒന്നാമത്തെ കാര്യം. അപ്പൊ എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യുമ്പോ എൻഗേജ് ആവുമല്ലോ മാം. അതെ, അത് ശരിയാണോ നീ പറഞ്ഞ, കറക്റ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ജോലി ഇല്ല, ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ഏർണിങ്സ് ആണെങ്കിലും കറക്റ്റ് ടൈമിൽ കിട്ടും ജോലി ചെയ്യുമ്പോ. പിന്നെ ഒരു ആവശ്യത്തിന് നമുക്ക് പോണ്ടല്ലോ. പക്ഷെ പിന്നീട് നമുക്ക് അത് ഇല്ലാതാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ വർക്ക് ചെയ്തവർക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ചവർക്കേ അറിയുള്ളൂ അത്. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് കഴിയുമ്പോഴത്തേനും ടീച്ചേഴ്സ് ആയിട്ട് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പുതിയ കിട്ടണ ജോലിക്ക് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും ഏത് ക്ലാസ്സിലേക്ക് കയറുമ്പോഴും പറയാറുണ്ട് കുട്ടികളോട്, ടീച്ചേഴ്സ് ആയിട്ട് ജോലി കിട്ടിയില്ല, ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കാം, ചിലപ്പോൾ നമ്മുടെ ടൈമൊക്കെ തലവര എന്നൊക്കെ പറയാറുണ്ടല്ലോ, ചിലർക്ക് പെട്ടെന്ന് തന്നെ കിട്ടാം.
അപ്പൊ അങ്ങനെ ജോലി കിട്ടിയില്ലാന്നുണ്ടെങ്കിലും കിട്ടണ ജോലിക്ക് പോവാൻ നോക്കാം. ഇപ്പൊ ചിലപ്പോ ഒരു 5000 രൂപ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 7000 രൂപ ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് പൈസ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കയ്യിൽ ഏർണിങ്സ് നമുക്ക് എത്രയാണ് കിട്ടുന്നത് അത് ചിലപ്പോ ചില ടൈമിലൊക്കെ ഹസ്ബൻഡ് നമ്മൾക്ക് തരും. നമ്മള് കാര്യങ്ങൾ ചെറുതൊരു പൊട്ട് വാങ്ങിക്കാൻ വരെ നമുക്ക് എന്താണ് അവരോട് ചോദിക്കേണ്ട ഒരു ഗതിയാണല്ലേ. ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ചോദിക്കണം. എന്തൊരു കാര്യത്തിനായാലും, ഇപ്പൊ ചെരുപ്പ് വാങ്ങിക്കാനായാലും, ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങിക്കാനായാലും, എന്തൊരു ഫുഡ് വാങ്ങിക്കാനായാലും നമ്മൾ അവരോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. അവർ തരും നമുക്ക്. പിന്നീട് ചില സമയത്ത് എന്താണ് നേരെ വിട്ടിട്ട് വരാറുണ്ട് അല്ലെ. ചിലപ്പോ എവിടെയോ അവിടെ എവിടെയൊക്കെ കുത്തല് പോലെ നമുക്ക് കേൾക്കാറുണ്ട്. ചിലപ്പോ അമ്മായിയപ്പനോ അല്ലെങ്കിൽ അമ്മായിപ്പയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെ, വീട്ടുകാരൊക്കെ പലപ്പോഴും നമ്മളെ കുത്താറുണ്ട് അല്ലെ. എന്താണ് നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ജോലി ഇത്രയും പഠിച്ചിട്ടുള്ളതല്ലേ, കേൾക്കാറുണ്ട്. ഞാനായിട്ട് കേട്ടിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഈ ടൈം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ നോക്കുക. അതിനുശേഷം എക്സാം ഒക്കെ എഴുതി പാസ്സായി ഏതെങ്കിലും കിട്ടണ ജോലിക്ക് പോകാനായിട്ട് ശ്രമിക്കാം. വീട്ടിൽ തന്നെ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഡൗൺ ആയി പോകുള്ളൂ നമ്മൾ. ഓക്കെ, അത് ശ്രമിക്കുക, അതിന് ശ്രമിക്കുക. അപ്പൊ എല്ലാവരും മിസ്സേ സനിലയാണ്. ഇതിപ്പോ പറഞ്ഞപ്പോ അതെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതോടൊപ്പം ഞാൻ പറയാം. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. അതെ, ഞാൻ എന്നിട്ട് ഏകദേശം ഒരു 10-12 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ട്. 1.5 വർഷം അതിന് ശേഷം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഒരു മോണ്ടിസോറി എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമുക്ക് ഒരു TTC B.Ed, എനിക്ക് MBA എടുത്തു കഴിഞ്ഞാൽ B.Edലേക്ക് പോകാൻ ഭയങ്കര പ്രയാസമാണല്ലോ. അതെനിക്ക് അറിയില്ലായിരുന്നു പണ്ടൊക്കെ. അപ്പോ പിന്നെ TTC അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ട്യൂഷൻ എടുത്തു. അപ്പൊ ആ കുട്ടിയെ നല്ല രീതിക്ക് പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതോടുകൂടി എനിക്ക് പാഷൻ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ടീച്ചിങ് എന്തായാലും ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ TTC കോഴ്സുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷനോ ലോ ഓഫ് അട്രാക്ഷൻ പോലെയാണ് സ്മാർട്ട് ശ്രീയുടെ മെസ്സേജ് എനിക്ക് വരുന്നത്. അങ്ങനെ വരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുവാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാല് ഈ വർഷം എനിക്ക് 15 കുട്ടികളുണ്ട് ട്യൂഷന്. ആ വർഷം തന്നെ എനിക്ക് 5 കുട്ടികൾ വന്നു. എന്റെ മോളടക്കം 5 കുട്ടികൾ. പിന്നെ ഈ വർഷം എനിക്കിപ്പോ 15 കുട്ടികളായി കേട്ടോ. അപ്പൊ എനിക്ക് ട്യൂഷൻ ഫീസ് ഒക്കെ കിട്ടി. അപ്പൊ ഇന്നലത്തെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹസ്ബൻഡും കൂടി വരുന്ന സമയത്ത് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പൊ പുള്ളി കാറ് നിർത്തി. സാധാരണ രീതിയിൽ പുള്ളിനോട് ഞാൻ കൈ നീട്ട് പൈസ ചോദിക്കും. പക്ഷെ ഇന്നലെ ഞാൻ ഭയങ്കര അഭിമാനത്തോടെ എന്റെ മൊബൈലും പിടിച്ചോണ്ട് ഞാൻ പോയി. കാരണം ഗൂഗിൾ പേയിൽ പൈസ ഉണ്ട് എനിക്ക്. അപ്പൊ അതെ, അപ്പൊ എനിക്കത് ഭയങ്കര, ഞാൻ എന്റെ കടയുടെ ഉള്ളിൽ ചെന്നപ്പോ ഞാൻ കൈ നീട്ടിയേ ഇല്ലല്ലോ, ചോദിച്ചില്ലല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ അത് മിസ് ഇവിടെ അത് പറഞ്ഞപ്പോ ഞാനിപ്പോ അത് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. മിസ് പറഞ്ഞത് ശരിയാണ്. നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് സ്കൂളുകളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കുട്ടികൾക്ക് 2 പേർക്ക് ട്യൂഷൻ എടുത്താൽ അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു പൈസ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ മക്കൾക്ക് ബർത്ത്ഡേക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതൊരു മോണ്ടിസോറി ജോയിൻ ചെയ്തപ്പോ ഞാൻ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ്സും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പുറത്തിറങ്ങുമ്പോ നീ എന്ത് ചെയ്യുന്നു, MBA വരെ പഠിച്ചിട്ട് വെറുതെ പലരുടെയും മുഖം അറിയാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഞാനൊരു ടീച്ചിങ് കോഴ്സ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ മുഖത്ത് വരുന്ന ഒരു മാറ്റമുണ്ട്. കാരണം നമ്മള് ഹാഫ് ഒരു ടീച്ചറാണ് ഇപ്പൊ. ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എന്റെ നടപ്പും ഭാവത്തിലും ഒക്കെ ഒരു ടീച്ചറാണ് എന്ന രീതിയിൽ എല്ലാത്തിലും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര അഭിമാനമാണ് ഇപ്പൊ ഈ ഒരു മോണ്ടിസോറി TTC ചെയ്യുമ്പോ. ഷെയർ ചെയ്യണമെന്ന് തോന്നി മിസ്. എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെ. മിസ്സേ, സനില പറഞ്ഞതുപോലെ തന്നെ എന്റെ പേര് ഷീനയാണ്. മോന്റെ ഇതിലാണ് കിടക്കുന്ന നിരൺ മോന്റെ പേരാണ് കിടക്കുന്നത്. എന്റെ പേര് ഷീന. ഞാനും ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട് പിള്ളേർക്ക്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടീച്ചറാകാൻ വളരെ ആഗ്രഹം. എന്റെ ഹസ്ബൻഡ് ടീച്ചറാണ്. അപ്പൊ എനിക്ക് ടീച്ചിങ് ഫീൽഡിനോടാണ് ഭയങ്കര താല്പര്യം. അപ്പൊ അങ്ങനെ ഇവിടെ എനിക്ക് 8 കുട്ടികളൊക്കെ ഉണ്ട് ട്യൂഷൻ എടുക്കാൻ. വർഷങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഈ കോഴ്സിന് ചേരുവാനായിട്ട് കഴിഞ്ഞത് എനിക്ക് ഒത്തിരി അനുഭവം കിട്ടി. കാരണം നന്നായി എങ്ങനെ പഠിപ്പിക്കണം എന്ന രീതികളൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് അതിന് ഒത്തിരി താല്പര്യത്തോടു കൂടിയാണ് ഞാൻ ഈ കോഴ്സിൽ ചേർന്നത്, ടീച്ചറാകാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, ശരി.
നെക്സ്റ്റ് ആർക്കൊരു എക്സ്പീരിയൻസ് ഇല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ മോണ്ടിസോറി കോഴ്സ് തിരഞ്ഞെടുത്തത്? ഓക്കെ, രേവതി start ചെയ്തോ. ഞാൻ ഒരു 18 +2 VHSC ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങൾ ആക്ച്വലി താമസിച്ചുകൊണ്ടിരുന്നത് തുപ്പാറ, ഇടുക്കി ആ ഏരിയ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അങ്കമാലിക്ക്. അപ്പൊ പിന്നെ എന്റെ +2 കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്രേക്ക് ആയിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിപ്ലോമ ഇൻ പഞ്ചകർമ്മ അതാ ചെയ്തത്. അപ്പൊ 18 വയസ്സിനോട് അത് കോഴ്സ് ചെയ്തതിനോടൊപ്പം തന്നെ വർക്കും കൂടെ ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ വർക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്നിരുന്ന് അത് കഴിഞ്ഞിട്ടൊരു 4-5 വർഷം അത് കഴിഞ്ഞിട്ട് കോൾ സെന്ററിലെ BPO വോഡഫോണിന്റെ അതിൽ വർക്ക് ചെയ്തു ഒരു 1 ഇയർ മിച്ചമുണ്ട്. അതിന് പിന്നെയും ആയുർവേദ ഫാർമസി. അങ്ങനെ എന്റെ ഒരു കല്യാണത്തിൽ 23 ഏജ് ആയ കല്യാണം അതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ. അപ്പൊ എനിക്ക് ഞാരുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. ആൾക്ക് മാരേജ് കഴിഞ്ഞപ്പോ പിന്നെ ബ്രേക്ക് ആയി, കൺസീവ് ആയി, 2 കുട്ടികളായി. എന്താവശ്യത്തിനോ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഏണിങ് വേണമല്ലോ, എപ്പോഴും ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനിപ്പോ നിലവിലെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിങ്ങനെ വന്ന് ഇവിടെ കയറിയതിന്റെ ആ ഒരാഴ്ച തന്നെയാണ് മോണ്ടിസോറിയുടെ ഇതും വന്നത്. ഇപ്പൊ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകും. കോഴ്സും ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഷോപ്പിൽ നിൽക്കും കൂടെ ചെയ്യാണ്. പനി പിടിച്ചിരിക്കാതെ സൗണ്ട് എല്ലാം പോയിരിക്കുന്നത്. അതെ. നെക്സ്റ്റ് ആരാ? സിന്ധു. മിസ്സേ, ഞാൻ MT 19 ബാച്ചാണ്, നേരത്തെ പറഞ്ഞില്ല. അപ്പൊ എന്റെ വീട് നോർത്ത് പറവൂരാണ് കെട്ടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. സ്വന്തം വീട് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറ എല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് 20 വർഷത്തോളമായി. 20 വർഷമായി. അപ്പൊ ഇവിടെ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ എന്റെ വീടിന്റെ അടുത്ത് മഹാരാജസിൽ BAക്ക് 1ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ട്. വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ആ കുട്ടിക്ക് B.Edന് പഠിച്ച് B.Ed തൃപ്പൂണിത്തറയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സാറ് തന്നെ പറഞ്ഞു 60 ലക്ഷം, ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ 60 ലക്ഷം കൊടുക്കുവാണെങ്കിൽ ജോലി റെഡി എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ അമ്മ വീട്ടു ജോലിക്ക് പോയിട്ടാണ് ആ കുട്ടീനെ പഠിപ്പിക്കണതും. 2 പെൺകുട്ടികൾ, മൂത്ത ഒരു ചേച്ചി, രണ്ടാമത്തെ ട്വിൻസ് ആണ്, ആണും പെണ്ണും. അപ്പൊ അതിലെ ട്വിൻസ് കുട്ടിയാണ് ഇളയത്. അപ്പൊ വീട്ടു ജോലിക്ക് പോയാണ് അവര് കുടുംബം കഴിയണത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ എപ്പോഴും പറയും, മോള് നല്ലോണം പരിശ്രമിക്കുന്നുണ്ട്, മോൾക്ക് കിട്ടും, മോൾ നല്ലോണം പഠിച്ചോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് MA കഴിഞ്ഞ് പിന്നെ കേറ്ററ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് സെറ്റ് എഴുതി, സെറ്റ് കിട്ടി. ഇപ്പൊ ആ കുട്ടിക്ക് PSC വഴി ഇപ്പൊ ജോലി കിട്ടി. 5 പൈസ മുടക്കാണ്ട് റാങ്ക് ലിസ്റ്റില് ഫസ്റ്റ്, സപ്ലിയില് ഫസ്റ്റ് റാങ്കാണ് വന്നത്. അപ്പൊ മെയിൻ ലിസ്റ്റില് നമ്മുടെ ഓരോ വിഭാഗം ഉണ്ടല്ലോ, കാറ്റഗറി വെച്ച് SC ST OBC അങ്ങനെ വെച്ച് നോക്കുമ്പോ മെയിൻ ലിസ്റ്റില് OEC വിഭാഗത്തിൽ നിന്ന് ആളുണ്ടായിരുന്നില്ല. അപ്പോ സപ്ലിയില് ഫസ്റ്റ് റാങ്ക് ഈ കുട്ടിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കുട്ടിക്ക് കിട്ടി. അപ്പൊ ഇത് അപ്ലൈ ചെയ്തത് എറണാകുളം ജില്ലയല്ല, തൃശ്ശൂർ ജില്ലയിലാണ് അപ്ലൈ ചെയ്തത്. PSC എക്സാം എഴുതി. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ സ്കൂൾ ഉറപ്പിന് കൊടുങ്ങല്ലൂരാണ് അതിന് നിയമനം കിട്ടിയേക്കണേ. അപ്പൊ ടീച്ചറായിട്ട് കേറി ആ കുട്ടി. കൊടുങ്ങല്ലൂര് സ്കൂളിന്റെ പേര് ഓർക്കണില്ല. സ്കൂളിന്റെ കൊടുങ്ങല്ലൂരാണ് കിട്ടിയേക്കണത്. അപ്പൊ ഇപ്പൊ ചെന്നപ്പോ അവിടെ കയറിയതിന് ശേഷം ഈ 2 വർഷം പ്രൊബേഷൻ പീരിയഡ് ആണല്ലോ, 2 വർഷം. അപ്പൊ ഒരു IT ട്രെയിനിങ് വിട്ട് 2 ദിവസം ITയും ഒക്കെ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. അതായത് കേറ്ററ്റും സെറ്റും ഒക്കെ ഉള്ളതിന്റെ പേരിൽ 8ാം ക്ലാസ് തൊട്ട് +2 വരെയും പഠിപ്പിക്കണം. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ ഈ വർഷം ജോലി കിട്ടി, സ്കൂൾ ഉറപ്പിന് ജോയിൻ ചെയ്ത്. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ആ കുട്ടിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ BA ഹിന്ദിയാണ്. BA ഹിന്ദി കോട്ടയം ജില്ല തലയോലപ്പറമ്പ് കോളേജിൽ ഞാൻ പഠിച്ചത്. തൃപ്പൂണിത്തറയിൽ കോട്ടയം വരെ പോയി വരും ഡെയിലി, അങ്ങനെ പഠിച്ചിരുന്നേ. അപ്പൊ നമ്മുടെ സമുദായത്തിന്റെ കോളേജായിരുന്നു, ബാങ്ക് കിട്ടി നമുക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ കുട്ടി എന്നോട് പറഞ്ഞ്, ചേച്ചിക്ക് കേറ്ററ്റ് 4 അപ്ലൈ ചെയ്യാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ 2.5 വർഷമായി കേറ്ററ്റ് ട്രൈ ചെയ്യണത്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ പാസ്സായി. 5ാമത്തെ തവണയാണ് കിട്ടിയത് എഴുതിയപ്പോ. ഇപ്പൊ കുട്ടികളോടൊക്കെ കേറ്ററ്റ് 4 ആണ്. അപ്പൊ കുട്ടികളോട് ഞാൻ പറയും, ഇപ്പൊ കേറ്ററ്റ് എഴുതണേന് നമുക്ക് ഡിഗ്രിയും അങ്ങനെ ഒന്നും വേണമെന്നില്ല. ഹിന്ദി
ഹിന്ദിക്ക് നമുക്ക് SSLCയും വിശാരദ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഹിന്ദി പ്രചാര സഭ വഴിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. 1 ഇയർ കോഴ്സാണ് അത്. രണ്ട് സെമസ്റ്റർ ആണ്, 6 മാസം. ആ ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പണ്ട് പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും SLC ഉള്ളവർക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഹിന്ദി ഇഷ്ടമുള്ളവർക്ക് നമുക്ക് പാസ്സാവുന്ന ഉറപ്പുണ്ടാവുമല്ല ഹിന്ദി. അങ്ങനെയുള്ളവർക്ക് ഈ കോഴ്സ് പഠിക്കുവാണെങ്കിൽ നമുക്ക് കേറ്ററ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് കേറ്ററ്റ് അപ്ലൈ ചെയ്തത്. പിന്നെ എൻ്റെ ഒരു 2.5 വർഷമായി ഇപ്പോഴും കിട്ടി. എന്റെ അനുഭവം എന്ന് വെച്ചാല് നമ്മളുടെ അടുത്ത് തന്നെ ഒരു ഇന്റർനാഷണൽ സ്കൂളുണ്ട്. അപ്പൊ ഞാനൊരു 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 30 വയസ്സിലായിരുന്നു കല്യാണം. 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ സ്ഥലം SI ആയിരുന്നു പറവൂരൊക്കെ. ഹസ്ബൻഡിന്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ പറവൂര് SI ആയിട്ടിരുന്നാണ്. അച്ഛൻ മരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ 6 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അതോടുകൂടി ആ പെൻഷൻ നിന്ന്. പിന്നെ അതിനുശേഷം ഞാൻ പല തൊഴിലുകൾ ചെയ്ത് ട്രാഫിക് പോലീസിൽ പോയി, വില്ലയിൽ ട്യൂഷൻ എടുത്തിട്ടുണ്ട്, കാറ്ററിങ്ങിന് പോകും. ഇപ്പോഴും കാറ്ററിങ്ങിന് പോകും. ഇപ്പൊ 12 വർഷമായിട്ട് ക്യാൻസർ പേഷ്യന്റ് ആണ് ഞാൻ. എന്നാലും അസുഖമൊന്നും നോക്കാറില്ല. എന്ത് ജോലി കിട്ടിയാലും നമ്മൾ പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് കഴിഞ്ഞ വർഷം മെയ്യില് ഇന്റർനാഷണൽ സ്കൂൾ നമ്മുടെ തൊട്ടടുത്തുണ്ട്. തത്തപ്പള്ളിയിലൊരു പേര് പറയണില്ല, ഒരു സ്കൂളുണ്ട്. അപ്പൊ അവിടെ ഞാൻ ആന്റി ആയിട്ടാണ് പോയത്. ബസ്സിൽ സ്കൂൾ ബസ്സിൽ ആന്റി ആയിട്ടാണ് പോയത്. അപ്പൊ അവിടെ പോയപ്പോ ഇതുപോലെ തന്നെ ബസ്സിലെ കാര്യങ്ങൾ നോക്കണം, ബസ്സിലുള്ള കുട്ടികളുടെ അറ്റൻഡൻസ് എടുക്കണം, അതുങ്ങളെ നല്ല കെയർ ചെയ്യണം. പിന്നെ സ്കൂളിൽ ചെന്നാല് കുട്ടികളുടെ ഫുഡ് കാര്യങ്ങളായിട്ട് അതൊക്കെ നമ്മൾ നോക്കണം. റൂമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ പുറത്തുള്ള ക്ലീനിങ്, ലാബ് ക്ലീനിങ്, പിന്നെ ഇടക്കിടക്ക് നമ്മൾ പാന കഴുകണം. അങ്ങനെ പല പല ജോലികൾ. 2 ബിൽഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങണം. അപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡാണ് ഓപ്പറേഷൻ കഴിഞ്ഞ. അപ്പൊ എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പൊ ഈ ലാസ്റ്റ് സ്കൂൾ തുറപ്പിന് മുമ്പ് ചെന്നതുകൊണ്ട് 2ാം നിലയിൽ നിന്ന് മേശ കസേരയൊക്കെ തുടച്ച് നമ്മൾ എല്ലാരും പാസ് ചെയ്ത് താഴത്തോട്ടൊക്കെ കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡ് സ്റ്റക്കായിട്ടിരിക്കും. എനിക്ക് ബാക്കിലേക്ക് കൈയൊന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇൻഫെക്ഷൻ ഒക്കെ ആവും. കുട്ടികൾ ടോയ്ലറ്റിൽ പോകുമ്പോ അവിടെ വേറെ ആന്റിമാരുണ്ടെങ്കിലും അവരെവിടെങ്കിലും നീങ്ങുമ്പോൾ നമ്മൾ വാഷ് ചെയ്തൊക്കെ കൊടുക്കണം. അങ്ങനെ വന്നപ്പോ എനിക്ക് സ്മെല്ലൊക്കെ അടിച്ചിട്ട് എനിക്ക് വയ്യാണ്ടായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ജോലി പറ്റൂല. അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നതാണ്. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ ടീച്ചർ ആകാനായിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് എന്ന് പറയുമ്പോ എന്റെ പ്രായം അറിയാലോ, എനിക്ക് 50 വയസ്സാവും. 28ാം തീയതി ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചേഴ്സിനോട് ചോദിച്ചു എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങള് 10th +2 കഴിഞ്ഞിട്ട് മോണ്ടിസോറി പഠിച്ച് ആ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണേന്ന് പറഞ്ഞു. പിന്നെ എന്താ വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം ആണ് ആ കുട്ടികൾ. ഇംഗ്ലീഷ് മീഡിയം പാസ്സായ കുട്ടികളാണ്. പിന്നെ മലയാളം മീഡിയത്തിലുള്ളവരുണ്ട്. അവിടെ ഇന്റർവ്യൂ കാര്യങ്ങൾ എല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടീച്ചറായിട്ട് മോണ്ടിസോറി ഉണ്ടെങ്കിൽ കയറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ മോണ്ടിസോറി എടുക്കുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാലോ. പിന്നെ പണ്ട് ഞാൻ വില്ലയിലൊക്കെ പഠിപ്പിച്ചിരുന്ന തൃപ്പൂണിത്തുറ ചോയ്സ് ഇരുമ്പഴൂർ വില്ലയുണ്ട്. അവിടെ 2 വർഷം പഠിപ്പിച്ചിരുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തിരുന്ന് അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് മോണ്ടിസോറി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. പിന്നെ ടീച്ചറും പോലീസും ആകാനായിരുന്നു താല്പര്യം. അപ്പൊ ട്യൂഷൻ പഠിപ്പിച്ച് ടീച്ചറും ആയി. ട്രാഫിക് പോലീസിൽ കുറച്ചാൾ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ പോലീസും രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് കിട്ടി. പിന്നെ ഫസ്റ്റ് ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് റിട്ടേൺ ടെസ്റ്റിൽ പോലീസിൽ കിട്ടിയതാണ്. നമുക്ക് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റിന് തിരുവനന്തപുരത്ത് പോകണമായിരുന്നു. അതിന് കൊണ്ടുപോയില്ല. റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. പണ്ട് പെൺമക്കളെ പുറത്തിറക്കൂല, അങ്ങനെ എന്നെ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ആ ജോലി മിസ്സായി. നമ്മൾ പോലീസ് ഫാമിലിയിൽ തന്നെ വന്നു. ഇപ്പൊ നമ്മള് ടീച്ചറാകാൻ ഇപ്പൊ കേറ്ററ്റ് കിട്ടി. അതൊന്ന് സന്തോഷമായിട്ടിരിക്കണം. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാല് സ്കൂളിൽ നമ്മൾ ആദ്യമായിട്ട് പോയ സ്കൂളിൽ കയറാമെന്ന് വിചാരിക്കുന്നു. അതാണ് സന്തോഷം. അല്ലെ, പ്രാർത്ഥിക്കാം ടീച്ചറായിട്ട് മാറട്ടെ. നെക്സ്റ്റ് ആരാണ്? ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ ഒന്നും അംബിഷൻസ് ഒന്നും അല്ലാന്ന് തോന്നിപ്പോവാണല്ലോ. ഇത്രയും ഇതിലെ ഈ പ്രായത്തിൽ ഇത്രയും
അവരവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്രയും ബെറ്റർ ആയിട്ട് നിൽക്കാന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നും സാധിക്കുന്ന കാര്യമില്ല കേട്ടോ. ഞാനൊക്കെ നിസാര കാര്യങ്ങൾക്ക് ഡൗൺ ആവുന്ന ഒരാളാണ് ഞാന്. പക്ഷെ ഇപ്പൊ ചേച്ചി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെയുള്ളവരെ നമ്മൾ റോൾ മോഡൽ ആക്കാൻ പറ്റും ശരിക്കും. നമുക്കൊരു റോൾ മോഡലൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന സിന്ധു ഏത് ബാച്ചാണ്? MT20 ആണോ? ഞാൻ 19 ബാച്ചാണ്. 19 ആ. അതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ ടൈമിലും ഒക്കെ കുറെ നാള് ചേർത്തലയ്ക്ക് പോണമായിരുന്നു റേഡിയേഷനും കീമോ ഒക്കെ ചെയ്യാൻ. കീമോ ലൂർദിലായിരുന്നു ഓപ്പറേഷൻ. റേഡിയേഷൻ അന്ന് അവിടെ മെഷീൻ ഇല്ല. അപ്പൊ ചേർത്തല പ്രത്യാശയിലായിരുന്നു. അവിടെ ഒറ്റക്കൊക്കെ പോയിട്ടുണ്ട്. അതായത് നമുക്ക് 2 ഓപ്പറേഷൻ ചെയ്തു. ബ്രസ്റ്റ് പകുതി റിമൂവ് ചെയ്തിട്ട് വയറ്റിന്ന് റീപ്ലേസ് ചെയ്തേക്കുമായിരുന്നു. അങ്ങനെ ഇത് അപ്പൊ നിപ്പിളിന്റെ തുടക്കം വേറെ ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ, മുഴയല്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. ഇരിക്കുമ്പോ ഈ പറവൂരിന്ന് വഴിക്കുളങ്ങരയിൽ കൊല്ലം ബസ് ഉണ്ട് 10 മണിക്ക്. അതിൽ കയറി ചേർത്തല ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറണം. അങ്ങനെ പല പ്രാവശ്യം ഒറ്റക്കും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മള് ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട്. ആ ഒരു ഒറ്റ. പിന്നെ സ്പിരിച്വലായിട്ട് പഠിച്ചിട്ടുണ്ട് പണ്ട് കല്യാണത്തിന് മുന്നേ. അതിന്റെ പേരിൽ നമുക്ക് ഇതൊക്കെ അതിജീവിക്കാൻ പറ്റി. അപ്പൊ എല്ലാവരും നല്ല ഇതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമുക്ക് SLC ഉണ്ട്, ഹിന്ദി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കാറ്ററ്റ് എഴുതി PSC എഴുതി ആ സർട്ടിഫിക്കറ്റ് PSC എഴുതി നമുക്ക് ഗവൺമെന്റ് ജോലി നേടാൻ പറ്റും. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടോ? നയന? ഇല്ല, എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെയല്ല. ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ തന്നെ കാരണം ഫസ്റ്റ് ഞാൻ MNC കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്തു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലായിരുന്നു ഞങ്ങൾ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആദ്യത്തെ ആളെ കൺസീവായ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് ജോബ് പകുതിയിൽ നിർത്തേണ്ടി വന്നു. ഒരു മിനിറ്റ് കുഞ്ഞ് നിർത്തേണ്ടി വന്നു. പിന്നെ അവളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. കുഞ്ഞിനെ എവിടെയെങ്കിലും ആക്കിയിട്ട് പോകാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ ഈ ഇടിവെട്ടിയുടെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ അടുത്ത ആള് വരുന്നത്. അവര് തമ്മില് 1.25 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. അത് പ്ലാൻ ചെയ്തതല്ല, പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അയാളും വന്നു. അപ്പൊ പിന്നെ വീണ്ടും വീട്ടിലേക്ക് അങ്ങ് ആയിപ്പോയി. അപ്പോ ഒരാൾക്ക് 1.25 വയസ്സ്, ഒരാൾക്ക് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോ ആദ്യത്തെ ആളെ ഇന്നലെ നഴ്സറിയിൽ കൊണ്ടിരുത്തി. അത് എല്ലാ വാക്കുകളും എല്ലാ പാട്ടൊക്കെ പാടും. പക്ഷെ ഒരാളുടെ മുഖത്ത് നോക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ ഒരു ചൈനസ് പോലെ. അപ്പൊ ടീച്ചർ പറഞ്ഞു അംഗനവാടിയിൽ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഹസ്ബൻഡിന്റെ പപ്പ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല പിള്ളേരെ നോക്കാനോ അങ്ങനെയൊന്നും. അപ്പൊ ആദ്യം റെനില എന്ന് പറഞ്ഞ സ്റ്റുഡന്റ് പറഞ്ഞ കണക്ക് കുട്ടികളെ ഇപ്പൊ അവര് വളർന്നു വരിക. ഒരു 2.5-3 വയസ്സൊക്കെ ആകുമ്പോൾ അവര് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു MNC കമ്പനിയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയൊക്കെ പോകുമ്പോൾ കുട്ടികളെ നോക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ടീച്ചിങ് ഒരു ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുട്ടികളെ നോക്കാം, അവര് അവൈലബിൾ ആവുന്ന സമയത്ത് ഞാനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യം നല്ല രീതിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഏണിംഗ് ഉണ്ടാകും എന്നുള്ള ഒരു ഇതിലാണ് ഈ ഒരു മോണ്ടിസോറി ടീച്ചിങ് കോഴ്സിൽ ചേർന്നത്. അത് മാത്രമല്ല ഓൾറെഡി ഞാൻ കുട്ടികളെ കല്യാണത്തിന് മുന്നേ കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു ട്യൂഷൻ ടീച്ചറായിരുന്നു. ഞങ്ങളെ പപ്പ ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു. അപ്പൊ അമ്മയെ ഞങ്ങളെ കുഞ്ഞിനെ വളർത്തിയതൊക്കെ ട്യൂഷൻ എടുത്ത് പഠിപ്പിച്ച ഞങ്ങളൊക്കെ വളർത്തി. അപ്പൊ അതിന്റെ ഒരു ടച്ച് കൊണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കോഴ്സ് നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചി ഈ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ അടുത്തൊരു സ്കൂളിൽ കയറി. ചേച്ചി ഏത് ബാച്ചാണെന്ന് എനിക്കറിയത്തില്ല. മോണ്ടിസോറി ബാച്ചായിരുന്നു കോഴ്സാണ് ചെയ്തത്. അപ്പൊ ചേച്ചിയുടെ അമ്മ എന്നെ ഇങ്ങോട്ട് ഇതിലേക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പോകാം. അങ്ങനെ സ്മാർട്ട് ചെയ്ത ഈ ഒരു കോഴ്സിലേക്ക് ചേരുന്നതും ആദ്യം ഡിപ്ലോമയിലാണ് ചേർന്നത്. അപ്പൊ നോക്കിയപ്പോൾ നല്ല കോഴ്സാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ്, ഇപ്പോ ഈ ടീച്ചിങ് ഫീൽഡിൽ സ്കോപ്പ് ഉണ്ട്. കാരണം ഒരുപാട് കൂടുതലും നമുക്കിപ്പോ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല സ്കോപ്പുള്ള ഒരു ജോബാണെന്ന് തോന്നി അങ്ങനെ ജോയിൻ ചെയ്തത്.
നെക്സ്റ്റ് ആരാണ്? മിസ് എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടൊന്നും അധികം അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാനൊരു 7-8 വർഷം അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് ഫേം ആയിരുന്നു. അപ്പൊ ഞാനൊരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴാണ് അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുന്നത്. പിന്നെ ആ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറി ഞാൻ എടുത്തത് ക്ഷമ പഠിക്കാൻ വേണ്ടിയിട്ടാ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എന്റെ മോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വയസ്സുണ്ട് ആള്, ഭയങ്കര കുസൃതിയാണ്. അപ്പം എനിക്ക് യാദൃശ്ചികമായിട്ട് വന്നിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ മോണ്ടിസോറിയുടെ സംഭവം. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി, ആ പഠിക്കുന്ന രീതിയുടെയും എന്താണ് അതിന്റെ മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് കുട്ടികളോട് പെരുമാറേണ്ട രീതിയും അവരുടെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ഞാൻ കാണുന്നത്. പിന്നെ കൊച്ചിലെ തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ടീച്ചർ ആവണമെന്ന്. ഞാൻ കുറച്ച് വെയിറ്റ് ഉള്ള ആളാണ്, കാരണം എനിക്ക് PCOD-യുടെ കണ്ടീഷൻ ഉണ്ട്. PCOD കണ്ടീഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഓവറായിട്ട് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പം അത് നേരത്തെ തൊട്ടുണ്ട്, നമുക്ക് അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് വന്ന് ഇങ്ങനെ ക്യാരിയിങ് ആയ സമയത്ത് ഫസ്റ്റ് ചെക്കപ്പിലാണ് അറിയാൻ പറ്റി ഇങ്ങനെ PCOD-യുടെ ഉണ്ട്. അപ്പോൾ അതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വണ്ണമെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ വണ്ണമൊക്കെ ഉള്ളത് കൊണ്ട് ടീച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു എവിടെയെങ്കിലും കയറുക എന്നൊക്കെ ഉള്ള സംഭവം വരുമ്പോഴേ എനിക്ക് അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വണ്ണം ഉള്ളതിന്റെ പേരില് സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഇല്ല പേഴ്സണലി എനിക്ക് ഉണ്ടായിരുന്നു. അതായത് റീസെന്റ് ആയിട്ട് ഞാനൊരു 2 മാസം മുമ്പ് ഞാൻ ഒരിടത്ത് ട്രെയിനിങ്ങിന് പോയപ്പം അവർക്ക് അവിടെ യൂണിഫോം ബേസ്ഡ് ആയിട്ടുള്ള സാരി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് HM ഡയറക്റ്റ് പറഞ്ഞ കേസ്, CBSE സ്കൂളാണ്, പേര് പറയണില്ല, CBSE സ്കൂളാണ്. ഞാൻ ജിഷാമിസിന്റെ അടുത്തും ക്ലാസ്സിൽ ഒരു സമയത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെ വണ്ണം ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ചെയ്ത വർക്കോ അല്ലെങ്കിൽ BCom ഉണ്ട് എന്റെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും അവർ ചോദിച്ചില്ല കേട്ടോ. ഇതൊന്നും അവർ നോക്കിയില്ല. അവർക്ക് ഫസ്റ്റില് കണ്ടപ്പോ നമുക്ക് വണ്ണം ഉണ്ട്, അപ്പൊ അവരുടെ സ്കൂളിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്, എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ എനിക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടീച്ചർ ആവണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലേ സ്കൂൾ പോലെ അങ്ങനെ തുടങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ പിന്നെ മെയിൻ ആയിട്ട് ഈ PG-യിലേക്ക് മാറിയത്. ഇതെനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. പിന്നെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളത് ഇവിടെ വന്ന് പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഇതാട്ടോ. കാരണം അതാവുമ്പോ പിന്നെ നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ വരത്തില്ലല്ലോ. നമ്മുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ മാനേജ് ചെയ്താൽ മതിയല്ലോ, നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ കയറി വരികയല്ലോ. എന്തായാലും വണ്ണമുള്ള ടീച്ചേഴ്സാന്നും പറഞ്ഞ് പാരന്റ്സ് പിള്ളേരെ പഠിപ്പിക്കാൻ വിടാതെ ഇരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പൊ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലേ. എക്സ്പീരിയൻസ് ആണ് മോന്റെ സ്കൂളിലൊക്കെ വണ്ണമുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അല്ലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ കഴിവും സ്കില്ലും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി അല്ലെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെയല്ലേ, അങ്ങനെ നോക്കിയാൽ പോരെ നമുക്ക്? ഞാനങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാർ എന്റെ ഇപ്പൊ MIT MPIT ബാച്ചിലെ കുട്ടികൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത്. അതുപോലെ ജിഷ മിസ്, ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഗവൺമെന്റ് സ്കൂളിൽ കിട്ടിയായിരുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പഠിപ്പിക്കാൻ കിട്ടിയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് വേറെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെക്കുകയോ ചെയ്തത്. അവിടെയാണ് ഇപ്പൊ എന്റെ മോൻ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് അവര് ട്രെയിനിങ്ങിന് പോരേന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണോ? അവര് സ്റ്റാഫ് തന്നെ. കാരണം UKG LKG സെക്ഷൻസ് നമ്മുടെ ഗവൺമെന്റ് സ്കൂളില് ഗവൺമെന്റ് അലൗഡായിട്ട് അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ അവര് സ്റ്റാഫുകൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് അങ്ങനെ തരാന്നും പറഞ്ഞു. ലോ സാലറി ആയിരുന്നു, പക്ഷെ എനിക്ക് പോണോന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഇത് വന്നപ്പോ എക്സ്പീരിയൻസ് ആയിരിക്കും അതൊക്കെ. സർട്ടിഫിക്കറ്റിന്റെ കേസൊക്കെ വന്നപ്പോഴേ പിന്നെ ലീഗലി നമുക്കതൊരു ഇഷ്യൂ ആവണ്ടല്ലോ. അങ്ങനെ വന്നപ്പോ പിന്നെ മാറി. കാരണം ഇപ്പോ നമ്മൾ വേറൊരാളുടെ അവസരം കൂടെ അല്ലേ കളയുന്നേ. അതുകൊണ്ട് പിന്നെ എന്തായാലും നമുക്ക് പെർമനന്റ് ആയിട്ട് വരത്തില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ മോനെ എനിക്ക് പകരം പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ നമ്മുടെ മോണ്ടിസോറി ടീച്ചറാ. മോണ്ടിസോറി പെരുമ്പാവൂർ എന്തോ ഒരു സ്കൂളിലാ ടീച്ചർ പഠിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി മോണ്ടിസോറി ടീച്ചറാ ഇപ്പൊ മോനെ പഠിപ്പിക്കുന്നത്. അപ്പൊ എനിക്ക് സന്തോഷമാണ്. ഞാനിപ്പോ കുറച്ച് ദിവസം അവിടെ ചുമ്മാ ട്രെയിനിങ്ങിനൊക്കെ പോലെ ചുമ്മാ പോവും. എന്നോട് പോരേന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എപ്പോ വേണേലും മോക്ക് വന്നിട്ട്
കുട്ടികളെ എപ്പോഴേലും പഠിപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിപ്പിക്കാം. ഞാൻ നമ്മുടെ ഡ്രസ് ഫ്രെയിം ഒക്കെ ഉള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. കുറേ മോണ്ടിസോറിയുടെ മെറ്റീരിയൽസ് ഉണ്ട്. സാൻഡ് പേപ്പർ ലെറ്റർ അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട്. അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ദൈവം സഹായിച്ചാൽ ഇതും കൂടെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് സ്വന്തമായിട്ട് ഒരെണ്ണം തുടങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഇങ്ങനെ ഞാൻ നിൽക്കുന്നു. പറ്റുന്നാണ് വിശ്വാസം. താങ്ക് യു സർ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് തെരഞ്ഞെടുത്തതെന്ന് പറയാനുണ്ടോ? മാം ടൈം മാം എൻ്റെ പേര് ലക്ഷ്മി. ഞാനിത് തിരഞ്ഞെടുക്കാൻ കാരണം കുട്ടികളായിട്ട് ഇടപഴകാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. ഇപ്പൊ എന്റെ മാരേജ് കഴിഞ്ഞ് 8 വർഷമായി, എനിക്ക് കുട്ടികളായിട്ടില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കളിയാക്കലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടികളായിട്ട് ഇടപഴകുമ്പോ നമുക്ക് എന്താ പറയാ, നമ്മുടെ സ്ട്രെസ് ഒക്കെ പെട്ടെന്ന് കുറയും. ഞാന് 2024 ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരവിടെ ചെല്ലുമ്പോ ഇപ്പൊ എന്താ പറയാ, വീട്ടിൽ നമുക്ക് എന്തെങ്കിലും വിഷമം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ടീച്ചറിനുള്ള ഒരു വിളിയുണ്ടല്ലോ ചെറിയ കുട്ടികൾ, അത് അറിയാതെ ഭയങ്കര സന്തോഷമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് അവരുടേതായ വിശേഷങ്ങൾ പറയുമ്പോൾ നമുക്കതൊരു സന്തോഷം. പിന്നെ നമുക്ക് ആരും ഡിപ്പെൻഡ് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കണ്ട. ഇപ്പൊ ഹസ്ബൻഡിനോട് പോലും ചോദിക്കണ്ട. ചെറിയ എന്തൊരു ആവശ്യമാണെങ്കിലും എനിക്ക് എവിടെയെങ്കിലും പോണമെന്നുണ്ടെങ്കിലും ബസ്സിന് പൈസ തരുമോ, അങ്ങനെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ. അതും ഒരു റീസൺ ആണ്. ഞാൻ ആ വർക്ക് ചെയ്ത ടൈമിൽ എനിക്ക് സാലറി കിട്ടിയപ്പോ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. എന്താ പറയാ, ഞാൻ അന്ന് സ്വന്തമായിട്ടൊരു വാച്ചൊക്കെ വാങ്ങിച്ചു തരും. അപ്പൊ ഹസ്ബൻഡ് ചെന്നപ്പോ അവിടുത്തെ അമ്മ ചോദിച്ചു, ഏതാ ജ്യൂസ് മീറ്റ് പുതിയതാണോ, അതായത് മോൻ മകൻ വാങ്ങിച്ചു തന്നതാണോ? അപ്പൊ ഞാൻ നല്ല ഇത് ഞാൻ എനിക്ക് സാലറി കിട്ടിയപ്പോ വാങ്ങിച്ചതാണ്. അപ്പൊ ആള് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ അതൊരു ബഹുമാനമൊക്കെ തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിലാണെങ്കിലും. കല്യാണത്തിന് മുന്നേ വർക്ക് ചെയ്തിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ വർക്ക് ചെയ്യാതിരുന്നത്. ഹസ്ബൻഡ് എവിടേക്കും ഉണ്ടായിരുന്നില്ല. ആള് പറയും, നീ ഇപ്പൊ പോണ്ട, ഈ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, നീ പോയിട്ട് വേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ നടത്താം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അന്ന് എന്തെങ്കിലും പഠിക്കാൻ വിടുന്ന പറഞ്ഞപ്പോ നോക്കാം ഇങ്ങനെ തന്നെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ കുറെ കഴിയുമ്പോ ദേഷ്യ സങ്കടം വരുമ്പോ ഞാനും അങ്ങോട്ട് ഫയർ ചെയ്യും. ചെറിയ രീതിയിൽ ഞാൻ അങ്ങോട്ട് പറയും, വെറുതെ ഇതിന്റെ ഉള്ളിൽ ഇരുത്തിയേക്കാണ്, വീടിന്റെ ഉള്ളിൽ ഇരുത്തിയേക്കാണ്. അപ്പൊ ഇങ്ങനെ ജോലിയുടെ കാര്യം പറയും, ഇപ്പൊ പോണ്ട, പോവാറാകുമ്പോ ഞാൻ പറയുമ്പോ പോയാ മതി. അപ്പൊ ഞാൻ തമാശക്ക് പറയും, 30 വയസ്സ് കഴിഞ്ഞാൽ എന്നോട് പറയണ്ടാട്ടെ ജോലിക്ക് പോവാൻ, ഞാൻ പോവില്ല കേട്ടാന്ന് പറയും. അപ്പൊ ആള് ചിരിക്കും. പക്ഷെ ആൾക്ക് തമാശ പോലെയാന്ന് തോന്നിയേക്കണം. പക്ഷെ ഞാൻ കാര്യമായിട്ട് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നമുക്ക് ജോലിക്ക് പോകുമ്പോൾ എന്തോ ഒരു സെൽഫ് റെസ്പെക്ട് കിട്ടും നമുക്ക്. അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ വീടിനകത്ത് എന്താ പറയാ, ഇതിനുള്ളിൽ കുറെ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പുള്ളിക്കാരനാണെങ്കിലും ചോദിക്കും, നിനക്കതറിയോ, നിന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനത്തെ ഒരു ചോദ്യമായി. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ മോണ്ടിസോറി കോഴ്സ് തെരഞ്ഞെടുത്തത്. ഫ്രണ്ട് പറഞ്ഞതാണ്. ആള് ഡിപ്ലോമയാണ് ചെയ്തിരുന്നത്, ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ആളാണ് എനിക്ക് കോണ്ടാക്ട് നമ്പർ ഒക്കെ തന്നത്. അവളുടെ ഫസ്റ്റ് എനിക്ക് അവളായിരുന്നു നല്ല സപ്പോർട്ട്, നിന്നെ കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ അവളോട് ചോദിക്കും, ടഫാണോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അവള് പറഞ്ഞു, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ ജോസ്മി പറ്റാത്തത്, അങ്ങനെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് തെരഞ്ഞെടുത്തത്. പിന്നെ ക്ലാസ്സിൽ ആണ്. ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണല്ലേ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ഒന്നുമല്ലാതെ അല്ലെ, സിന്ധു ചേച്ചി പറഞ്ഞത് ഇതൊക്കെ അതിന് പറഞ്ഞില്ലേ അതിരുടെ അനുഭവങ്ങള്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്പെക്ട് തോന്നാറുണ്ടല്ലേ സിന്ധു ചേച്ചിനോടായാലും, അതുപോലെ തന്നെ ഇപ്പൊ അതിര് പറഞ്ഞ കാര്യത്തിനോടായാലും ഒക്കെ നമ്മള്. ജോസ്മിയുടെ അനുഭവം വേറെയാണല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു മോണ്ടിസോറി ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. എല്ലാവരും ഇപ്പോ MT 19 ബാച്ച് അല്ലെങ്കിൽ 18 ബാച്ച് ഒരു ഗ്രൂപ്പ്, 19 ബാച്ച് 20 ബാച്ച് ഒരു ഗ്രൂപ്പ്, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ക്ലാസ്സിലാവുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ ഈ എൻവയോൺമെന്റ് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ വേണം, ഒരുപോലെ എല്ലാവരും കാണാം കേട്ടോ. എന്തുണ്ടെങ്കിലും എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും തുറന്ന് പറയാം.
ആർക്കാരും സപ്പോർട്ട് കൊടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം കേട്ടോ. അതുള്ളൂ മിസ്സിന് പറയാനായിട്ട്. ആരും ഇങ്ങനെ തല്ല് പിടിച്ചൊന്നും പിരിയരുത്. അങ്ങനത്തെ ഒരു ബാച്ച് ആവരുത് നമ്മളുടെ ഈ PG ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ തുറന്ന് പറയാ, സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ PG ഒക്കെ കഴിഞ്ഞത്, എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ അത് വിജയിക്കാൻ പറ്റട്ടെ. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ടീച്ചേഴ്സായി മാറാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മിസ് എടുക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ മിക്കവാറും മിസ് നാളെ സ്റ്റാർട്ട് ചെയ്യും. മിസ് ചിലപ്പോൾ ലീവ് ആയിരിക്കും. മിസ് ആയിരിക്കും നാളെ എടുക്കുന്നത് കേട്ടോ. മിസ്സിന്റെ ആയിരിക്കും പീരീഡ്. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. പിന്നെ ക്ലാസ് തുടങ്ങുമ്പോ പ്രയർ, അതുപോലെ സൈൻ ഔട്ട്, സൈൻ ഇൻ ഇതൊക്കെ വേണം കേട്ടോ. അപ്പൊ ആരൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾ തന്നെ പറയാം, പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you. Thank you, sir. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.